നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് പുതിയൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഞാനൊക്കെ കുറേ കാലങ്ങൾക്ക് മുന്നേ ഇത് ആഗ്രഹിച്ചൊരു ഫീച്ചറായിരുന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങളും ഈ ഒരു ഫീച്ചർ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടാകും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാൻ സാധിക്കും, ഇൻസ്റ്റഗ്രാം നമുക്ക് ലോഗൗട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഫേസ്ബുക്ക് നമുക്ക് ലോഗൗട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒട്ടുമിക്ക ആപ്പുകൾക്കും ആ ആപ്പിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ആപ്പ് നമുക്ക് ഒഴിവാക്കി ആ ഒരു ആപ്പിന് പകരം മറ്റേതെങ്കിലും അക്കൗണ്ട്, ഇപ്പോൾ ഒരാൾക്ക് 2 ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ ഒരു ഫേസ്ബുക്ക് നമ്മൾ ലോഗിൻ ചെയ്ത് അത് ലോഗൗട്ട് ചെയ്ത് രണ്ടാമത്തെ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ വാട്സപ്പിനകത്ത് ഇതുവരെ നമുക്ക് വാട്സപ്പ് ലോഗൗട്ട് ചെയ്യാനുള്ള സൗകര്യം ഇല്ലായിരുന്നു. ഒന്നുകിൽ വാട്സപ്പ് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് ഇവിടെ കാണുന്ന ഈ ഐ ബട്ടണിലോ അല്ലെങ്കിൽ ആപ്പ് ഇൻഫോ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ ഭാഗത്ത് സ്റ്റോറേജ് ഡാറ്റ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ സ്റ്റോറേജ് ഡാറ്റ നമ്മളുടെ ക്ലിയർ ഡാറ്റ ചെയ്യുമ്പോഴാണ് നമുക്കിത് നിലവിൽ ഉള്ള അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുക. അല്ലാതെ നമുക്ക് ലോഗൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വാട്സപ്പിൽ ഇല്ലായിരുന്നു. എന്നാൽ വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഫീച്ചർ കിട്ടുക. ഞാൻ കാണിച്ചു തരാം വാട്സപ്പിനകത്ത് എവിടെയാണ് ആ ഫീച്ചർ ഉള്ളതെന്ന്. അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏറ്റവും താഴെ ഭാഗത്തേക്ക് നോക്കുക. ഇപ്പോൾ വാട്സപ്പിനകത്തും ലോഗൗട്ട് എന്ന ഫീച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു നമ്പറുണ്ട്, രണ്ടാമത്തെ നമ്പർ നിങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോഗൗട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യാൻ സാധിക്കും. അതായത് നേരത്തെ വാട്സപ്പിനകത്ത് ഈ ഒരു ഫീച്ചർ ഇല്ലായിരുന്നു. നേരത്തെ വാട്സപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ ക്ലിയർ ഡാറ്റ അടിക്കുകയോ അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുകയോ വേണമായിരുന്നു പുതിയൊരു അക്കൗണ്ട് നമ്മൾ ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇനി വാട്സപ്പിനകത്ത് നമുക്ക് ഇവിടെ ലോഗൗട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ലോഗൗട്ട് ചെയ്തതിന് ശേഷം പുതിയ അക്കൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഓർക്കുക, പുതിയ അക്കൗണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും മുകളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം ആഡ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ ഒരു വാട്സപ്പിനകത്ത് നിങ്ങൾക്ക് എത്ര വാട്സപ്പ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ആഡ് വാട്സപ്പ് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സാധാരണ വാട്സപ്പിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് OTP കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു വാട്സപ്പിൽ തന്നെ 1, 2, 3 വാട്സപ്പൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത വാട്സപ്പിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആപ്പിനകത്ത് 1, 2 വാട്സപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ വാട്സപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം സ്വിച്ച് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ വാട്സപ്പിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കടക്കാൻ സാധിക്കും. അതിൽ നിന്ന് വീണ്ടും നമ്മൾ സ്വിച്ച് അക്കൗണ്ട് ചെയ്താൽ നിലവിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വാട്സപ്പിലേക്ക് തന്നെ തിരിച്ചു വരാൻ സാധിക്കുകയും ചെയ്യും. ഈ കാര്യങ്ങൾ ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞതാണ്. നമുക്ക് വാട്സപ്പിനകത്ത് ലോഗൗട്ട് ചെയ്യാനുള്ള പുതിയൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട് എന്ന് പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചത്.